ചിലപ്പോൾ ചെറിയ കച്ചവടം. ഒരാൾ കടല കച്ചവടം തുടങ്ങിയത്, കുറച്ച് കടല വാങ്ങി കുറഞ്ഞ് അത് വറവിട്ട് അതിനെ വിൽക്കും. അങ്ങനെ 1 മാസം 2 മാസം ആയപ്പോൾ ഇതിന് കച്ചവടം അള്ളാഹു ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി കൊടുത്തു. ഒരു കൊല്ലായപ്പോൾ ഇങ്ങനെ ആ കച്ചവട പീടിക തുടങ്ങിയ അന്നത്തെ കടലപ്പീടിയല്ല, ഒരു സ്റ്റേഷനറി കടയിൽ മാറി. ഇപ്പൊ ഈ സ്റ്റേഷനറി കടയിലുള്ള വസ്തു കൊല്ലം ചുറ്റെത്തിയപ്പോ, കഴിഞ്ഞ കൊല്ലം മുഹറം 1 തുടങ്ങിയ കച്ചവടം, ഇക്കൊല്ലം മുഹറം 1 ആയപ്പോ അന്ന് തുടങ്ങിയ 10 ഉറുപ്പ്യ കൊണ്ട് തുടങ്ങിയ കടലക്കച്ചവടം ഇന്ന് അള്ളാഹു കൊണ്ട് തൗഫീഖ് കൊണ്ട് 25,000 ഉറുപ്പ്യന്റെ സാധനം ഇപ്പൊ അവിടെ ഉണ്ട്. എങ്ങനെയുണ്ട്? അവിടുത്തെ സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോൾ അത്രയും സാധനങ്ങൾ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത്രയും സാധനങ്ങളിൽ വസ്തുക്കൾ അത്ര ഒന്നുമില്ലെങ്കിൽ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട കാശ് അവിടെ ഉണ്ട്. കാശുണ്ട്. ആ കാശും അപ്പറടിയിലുള്ള ചെറുപ്പം കൂട്ടി നോക്കുകയാണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയാലും ഒരു 22,000 ഉറുപ്പ്യന്റെ മേലെ നിൽക്കും. 22,000 ഞാൻ പറയാൻ കാരണം നമ്മളെ നാട്ടിലെ സ്വർണത്തിന്റെ വെള്ളിന്റെ ഒക്കെ കണക്ക് കൂട്ടുന്ന ഈ ലീന്റെ കണക്ക് നമ്മുടെ നാട്ടിൽ കണക്ക് കൂട്ടുന്നു. പഴയ കാലത്ത് സ്വർണം വെള്ളി 2 ഇനങ്ങളായിരുന്നു നാണയങ്ങൾ. സ്വർണം വെള്ളിയല്ലാത്ത നാണയം അക്കാലത്തില്ല. പിന്നെ ചില രാജ്യങ്ങളിൽ ചില്ലരായിട്ടുണ്ടാക്കിയ ചില നാണയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. ചില്ലരകൾ, ചില കോയിൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. 10 റുപ്യ, 2 റുപ്യ, 5 റുപ്യ കോയിൻസ് ഉണ്ട്. ആ കോയിൻസുകളൊന്നും പൊന്നുമല്ല, സാധാരണ പിന്നെന്തെല്ലാം വെള്ളിയല്ല, അത് വേറെന്തോ ലോഹമാണ്. ഇങ്ങനത്തെ വസ്തുക്കളും ലക്ഷക്കണക്കിനുണ്ടായാലും ശരിയായി സക്കാത്ത് കൊടുക്കുന്നവര്. അതാണ് ലാ സക്കാത്ത ഫിൽ ഫുലൂസി. ഇത് ഇവർക്ക് ഫുലൂസ് എന്ന് പറയാം. ഇത് സ്വർണം വെള്ളിയല്ല. സ്വർണ്ണ വെള്ളി നാണയങ്ങളാണ് ഇസ്ലാം പറയുന്ന നാണയങ്ങൾ. അപ്പൊ ഈ സ്വർണം വെള്ളി മാത്രമാണ് നാണയമായി പരിഗണിക്കപ്പെടുള്ളൂ. അപ്പൊ അതിൽ വെള്ളി നാണയങ്ങളാണ് നമ്മളെ ഇമാറാത്തിലൊക്കെ നടക്കുന്ന നാണയങ്ങൾ. ദിർഹം, ദിർഹമിന്റെ അടിസ്ഥാനം വെള്ളിയാണ്. ഇവിടെ പഴയ കാലത്ത് വെള്ളുക്കയും ആ വെള്ളി നാണയാണ് ഈ ദിർഹം ആയി ലഭിച്ചത്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നിരുന്ന രൂപ. ഇപ്പോഴും നടക്കണം. അത് ഒരു കാലത്ത് വെള്ളി നാണയമായിട്ട് പണ്ട് രൂപ ഉണ്ടായിരുന്നു. നോട്ടാക്കുന്നതിന് മുമ്പ് വെള്ളി ഉറുപ്പികയാണ്. പഴയ ആളുകളൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആഭരണമാണ് അരഞ്ഞാള്. ബെൽറ്റ് പോലെ അരി കിട്ടുന്ന വെള്ളി കൊണ്ടിങ്ങനെ ഉണ്ടാക്കുന്ന ആഭരണമാണ്. അന്ന് വെള്ളിക്ക് അതിന് വെള്ളി അരിഞ്ഞാൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ വെള്ളി നാണയങ്ങൾ ഉരുക്കിയിട്ട് അതുകൊണ്ടാണ് ഈ അരിഞ്ഞാൾ ഉണ്ടാക്കിയത്. കാരണം വെള്ളിയായിരുന്നു സാധനം, വെള്ളി അരിഞ്ഞാൾ. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന രൂപ ഇനി അതേപോലെ തന്നെ മലേഷ്യയിലും സിംഗപ്പൂരിലൊക്കെ നടക്കുന്ന അവിടെ വെള്ളി എന്നൊരു പറയലുണ്ട്. ആ നാണയത്തെ അതിന്റെ അടിസ്ഥാനം വെള്ളിയാണ്. അപ്പൊ അവിടെയൊക്കെ മൂല്യം കണക്കാക്കുന്നത് വെള്ളി കൊണ്ടാണ്. നേരെ മറിച്ച് കുവൈത്തിലെ ദീനാർ അത് സ്വർണ്ണനാണയം. കുവൈത്തിലെ ദീനാർ സ്വർണ്ണനാണയതുകൊണ്ടുള്ള മൂല്യം കൂടുതലല്ലേ. ഇന്നും ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും മൂല്യം കൂടുതലുള്ള നാണയമില്ല കുവൈത്തിന് ദീനാറാണ്. അതിൻ്റെ ഒരു ദീനാറിന് നമ്മുടെ നാട്ടിലെ 200 ചില്ലറ രൂപ കിട്ടും. അത്രയും മൂല്യം കൂടിയതാണ്. അത് സ്വർണ്ണ നാണയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പഴയ ദീനാർ എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അത് പിന്നെ എടുത്തുപോയി. അതിൻ്റെ സ്ഥാനത്ത് കടലാസായി മാറി, കറൻസിയായി. ലോകാടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തും കറൻസി തന്നെയാണ്. മൂല്യം കുറഞ്ഞാലും മൂല്യം കൂടിയാലും ഒക്കെ കറൻസിയാണ്. ഞങ്ങളെല്ലാം കൂടി ഇറാഖിൽ പോയി 10 ആളുണ്ട്. ഒരു സ്ഥലത്ത് ചായ കുടിച്ചു, ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് പൈസ വെച്ച് നോക്കുമ്പോൾ 50 ആൾക്ക് 7 ലക്ഷം കൊടുക്കുക. 50 ആൾ ഒരു നേരത്തെ നാസ്തയ്ക്ക് 7 ലക്ഷം കൊടുക്കുക. അപ്പൊ എന്താ, നോട്ടിന് തീരെ വിലയില്ല. ഹുസൈനെ കൊല്ലപ്പെട്ടതിന് ശേഷം അവിടുത്തെ നോട്ടിൻ്റെ ഇതൊക്കെ പോയി, മൂല്യം പറ്റി തകർന്നു പോയി. പണ്ട് ഇമാറാത്തിലുള്ള നോട്ടിനേക്കാൾ മൂല്യം കൂടുതലായിരുന്നു ഇറാഖിൻ്റെ അന്നത്തെ നാണയത്തിന്. ഇറാഖിൻ്റെ നാണയത്തിൻ്റെ പേര് പറയാൻ പോകുന്നില്ല.
ഇമാറാത്തിനേക്കാൾ കൂടുതൽ പൈസ. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഒരു 70 റുപ്യ ഒരു നാണയത്തിന് കിട്ടിയിരുന്നു കാലത്ത്. അത് ഒറ്റ മൂല്യത്തകർച്ച പറ്റി എവിടെ എത്തി. ഒരു കാലിച്ചായക്ക് 2000 റുപ്യ. ഞാനും പുസ്തകം ഓരോ കാലിച്ചായ എടുത്തു. പുസ്തകത്തിനെ കായും കൊടുത്തു 4000 റുപ്യ 2 കാലിച്ചായക്ക്. ഒരു ചായക്ക് 2000. നമ്മളെ തീരെ മൂല്യമില്ലാണ്ടായിപ്പോയി. അപ്പൊ ആ മൂല്യം കുറഞ്ഞാലും ശരി ഏറിയാലും ശരി കടലാസാണ് ഇപ്പം ലോകത്ത് നടക്കുന്നത്, കറൻസി. പക്ഷെ ആ കറൻസി കണക്കാക്കുമ്പോൾ അതിൻ്റെ അസിൽ അനുസരിച്ച് കണക്കാക്കും. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കച്ചവടത്തിരക്കണ വില കണക്കാക്കുമ്പോൾ വെള്ളി നാണയത്തിന് കണക്കാക്കണം. വെള്ളി നാണയത്തിന് 200 വെള്ളി നാണയത്തിന്റെ മൂല്യം ഉണ്ട് കച്ചവടത്തിനെങ്കിൽ അപ്പോ സക്കാത്തിനുണ്ട്. ആ 200 ദിർഹം വെള്ളി നാണയത്തിന്റെ മൂല്യം ഇന്നത്തെ റേറ്റ് പ്രകാരം കണക്കാക്കുമ്പോൾ എത്ര ഉണ്ടാകും? 595 ഗ്രാം വെള്ളിക്കുള്ള വില. 200 ദിർഹം വെള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ തൂക്കം ഇന്നത്തെ ഗ്രാം പ്രകാരം പഴയ വെള്ളിത്തൂക്കാണ് പറയുന്നത്. നമ്മളായിട്ടുണ്ടായിരുന്നു പഴയ കാലത്തൊരു വെള്ളിത്തൂക്കം. അന്ന് ഈ സ്വർണ്ണക്കച്ചവടക്കാരും വെള്ളിക്കച്ചവടക്കാരും ഒക്കെ ഈ തൂക്കം കണക്കാക്കി ഗ്രാമുണ്ടല്ല. അന്ന് ഗ്രാമം വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്. ഗ്രാമം നിലവിൽ വന്നില്ല. കിലോ ഗ്രാം ഇതൊക്കെ വന്നപ്പോഴാണ് ഈ മാറ്റം വന്നത്. അതിന് മുമ്പ് നമ്മളെ നാട്ടിലും തൂക്കങ്ങൾ വേറെ എന്തൊക്കെയല്ലേ? റാത്തൽ കണക്കുണ്ടായിരുന്നു. ഒരു റാത്തൽ പഞ്ചസാര, 2 റാത്തൽ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധനം വേണം. റാത്തലാണ് അന്നത്തെ റാത്തൽ എന്ന് പറഞ്ഞാൽ നമ്മളെ 450 ഗ്രാമിനോട് ഏകദേശം സാമ്യം. പിന്നെ അതൊക്കെ പൊയ്ക്കാണ്ടുണ്ടായി കിലോ, ലിറ്റർ ഇങ്ങനെയുള്ള തൂക്കങ്ങൾ വന്നു. ഗ്രാം കൊണ്ട് കണക്കാക്കണം. അപ്പോൾ എല്ലായിടത്തും ഒരേ കണക്കായി. ഇപ്പൊ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഒരേ കണക്കാണ്. പഴയ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ മലപ്പുറത്ത് തന്നെ ഒരു കണക്കാണ്. തിരൂരങ്ങാടി ആ കണക്ക് മാറും. മലപ്പുറം താപ്പ്, തിരൂരങ്ങാടി താപ്പ് 2 താപ്പാണ്. അന്ന് ഷെയറ്, നാഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അളവുകളുണ്ട്. 6 നാഴി ഉണ്ടായ ഒരു ഷെയറായി. അങ്ങനെയാണ് മലപ്പുറം കണക്ക്. തിരുവങ്ങാടി കണക്ക് 5 നാഴി ഉണ്ടായ ഒരു ഷെയറായി. 5 നാഴി വലിയ ഒരു ഷെയറുണ്ട്. ഷെയർ കഴിഞ്ഞാൽ പിന്നെ ഇടങ്ങഴി എന്നിട്ടൊരു അളവ് ഭാഗത്തുണ്ട്. മലപ്പുറത്തൊക്കെ ഉണ്ട്. അത് മണ്ണാരക്കാട് അങ്ങോട്ട് ആ ഭാഗത്ത് പെരിന്തൽമണ്ണ ഭാഗത്ത് എത്തുമ്പോൾ ഇടങ്ങഴി പോയി. നാരായണൻ എന്നല്ല, അത് മനുഷ്യന്റെ പേരാണ്. ഇവര് അളവ് പാത്രത്തിന്റെ പേരാണ് നാരായണൻ. ഇപ്പൊ പഴയ അളവുകളും തൂക്കങ്ങളും പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ സ്കൂൾ പഠിച്ചിരുന്ന അളവും തൂക്കമൊക്കെ അതൊക്കെ മാറിപ്പോയി. എല്ലാം കിലോ, ഗ്രാം ഇങ്ങനെയൊക്കെയായി മാറി. ലിറ്റർ, മില്ലി ലിറ്റർ ഇങ്ങനെ ഒക്കെ കണക്കുകളായി മാറിയില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് അന്നത്തെ ഏത് പ്രകാരം ഉണ്ടെങ്കിൽ ഇപ്പൊ വില കിട്ടുമ്പോ 200 വെള്ളി എന്നതിന് ഇപ്പൊ എത്ര ഉണ്ടാവും? 595 ഗ്രാം. 600 ഗ്രാമിന് 5 ഗ്രാം കൊടുക്കും. അപ്പൊ അത്ര വെള്ളിക്ക് ഇന്നത്തെ റേറ്റ് പ്രകാരം എത്ര വരും? ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം ഏകദേശം 10-22,000 രൂപ ഉണ്ടായത്. അപ്പോൾ ഒരാള് ചെറിയൊരു കച്ചവടം തുടങ്ങിയപ്പോൾ വളരെ ചെറിയ കച്ചവടമൊക്കെ തുടങ്ങിയത്. അത് അല്ലാഹു തആല നിഅമത്ത് കൊടുത്ത് ഒരു കൊല്ലം ചുറ്റെത്തിയപ്പോൾ അവന്റെ പീടികയിലുള്ള സ്റ്റോക്കെടുപ്പ് നടത്തിയപ്പോൾ 22,000 അല്ലെങ്കിൽ 25,000 ഉറുപ്പ്യക്ക് ഉണ്ട്. 22,000 ഉറുപ്പ്യ ഉണ്ടായാൽ മതി. എന്നാ ഓന് സക്കാത്ത് നിർബന്ധം. എന്താ സക്കാത്ത് കൊടുക്കേണ്ടത്? ചരക്കല്ല കൊടുക്കുന്നത്. അതിനെല്ലാം കൂടി വില നിശ്ചയിക്കുമ്പോൾ ആ വില നിശ്ചയിക്കപ്പെട്ടതിന് 2.5% കൊടുക്കണം. 2.5% സക്കാത്തായി കൊടുക്കണം. ചരക്ക് കൊടുക്കണ്ട, ഈ വില കൊടുത്താൽ മതി. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് പ്രകാരം ചരക്ക് തന്നെ കൊടുക്കാം. ചരക്കിന് സക്കാത്ത് കൊടുക്കാം. അപ്പോൾ ഒരാളെ വീടിൽ അരിപ്പിടിയാണ് 40 ചാക്ക് അരി അയാളുടെ വീടിൽ ഇപ്പോൾ റെഡിയിലുണ്ട്. കൊല്ലം ചുറ്റെത്തിയപ്പോൾ 500 ചാക്കാൻ നിൽക്കണം. 2% 40 2%. അപ്പൊ 500 ചാക്കരിയാണ് കൊടുത്താൽ ഹനഫി മദ്ഹബ് പ്രകാരം അത് വീടും. നമ്മളെ പ്രകാരം വീടേക്കാരൻ സാധനത്തിൽ കൊടുത്താൽ അതൊക്കെ വിടില്ല. സക്കാത്ത് വിടണമെങ്കിൽ ഇതിന് പൈസ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഏതായിരുന്നാലും ഇത്ര മതിപ്പ് ഒരു സക്കാത്ത് പീഡിയക്കാരൻ നിർബന്ധമാകാൻ വലിയ സംഖ്യയൊന്നും വേണ്ട. അപ്പൊ ഇന്നൊരു ചെറിയ പെട്ടിപ്പീടിയാണെങ്കിലും ആ പെട്ടിപ്പീടിയിൽ കുറെ അർത്ഥത്തിൽപ്പെട്ട സാധനങ്ങളുണ്ടാവും.
അതെല്ലാം കൂടി ഇന്നത്തെ റേറ്റ് പ്രകാരം വിലക്കെട്ടുമ്പോൾ ഇപ്പറഞ്ഞ വിലക്കുണ്ടോ എന്നാലും സക്കാത്ത് കൊടുക്കണം. അപ്പൊ പിന്നെ വലിയ കച്ചവടക്കാരെ കാര്യം പറയണ്ട, ചെറിയ കച്ചവടക്കാർക്കും തന്നെ ഉണ്ടാകുന്നൊരു സംഗതിയാണ് ഈ കച്ചവടത്തിൻ്റെ കാര്യം. പിന്നൊന്ന് ഏറെക്കുറെ എല്ലാവർക്കും നിർബന്ധമായിരുന്ന സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. അതിപ്പോൾ നമുക്ക് വരാൻ പോണ റമദാനായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ റമദാൻ അസ്തമിക്കുന്നതോടെ ശവ്വാൽ മാസത്തിൽ കാണുന്നതോടെ നിർബന്ധമാകുന്ന സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. അതെന്താ? നമ്മുടെ തടി ശുദ്ധിയാക്കാനുള്ള സക്കാത്താണ്. തടി ശുദ്ധിയാക്കാനാല് ഇപ്പൊ റമദാനിലെ നമ്മളെല്ലാം നോമ്പെടുത്തുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മുടെ നോമ്പ് കബൂൽ ചെയ്യട്ടെ. ആ നോമ്പിലൊക്കെ വരുന്ന ചില ന്യൂനതകൾ അതൊക്കെ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു വെച്ച ഒന്നാണ് ഫിത്ർ സക്കാത്ത്. ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദായ ബുഖരി റളിയല്ലാഹു എന്ന് പറഞ്ഞത്, നിസ്കാരത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി സഹ്വിന്റെ സുജൂദ് വെച്ച മാതിരി ഇസ്ലാം വെച്ച ഒരു പരിഹാരമാർഗമാണ് നോമ്പിൽ വരുന്ന ന്യൂനതകളൊക്കെ പൊറുക്കപ്പെടാനും പരിഹരിക്കാനും വേണ്ടി ഈ ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകാനും വലിയ മുതലാളിയെ കൊള്ളുന്നില്ല. ഞാൻ സക്കാത്ത് നിർബന്ധമാണ് ആളല്ല, മുതലാളി ഒന്നല്ല എന്ന് പറയേണ്ടതില്ല. കാരണം ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് ചെറിയ സംഗതിയുള്ളൂ. അതെന്താ? ഇപ്പൊ ഞാൻ ഒരു വീട്ടുകാരനാണ്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഞാൻ ചെലവെടുക്കൽ നിർബന്ധമായത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ ചെലവെടുക്കൽ നിർബന്ധമായത്. അപ്പൊ എനിക്കും എൻ്റെ ഭാര്യ മക്കൾക്കും പെരുന്നാൾ ദിവസം രാവും പകലും ഉൾപ്പെടെയാണ് പെരുന്നാൾ ദിവസം നടന്നത്. അന്നത്തെ ഭക്ഷണം സാമാന്യ രീതിയിൽ നമ്മളെ ചെലവ് ഇനി എത്ര ആവശ്യം നേരിടും, ആ ചെലവിൻ്റെ സംഖ്യ. പിന്നെ താമസിക്കുന്ന വീടെങ്കിലും ഉണ്ടല്ലോ, ആ വീടും അത് കഴിച്ച് ഇനിയിപ്പോൾ എനിക്ക് വേറെ ബാധ്യതയൊന്നും ഇപ്പില്ല, അത് കഴിച്ച് വല്ലതും എൻ്റെ കയ്യിലുണ്ടോ, എന്നാൽ എനിക്ക് എൻ്റെ നെഫ്സിന് വേണ്ടിയും ആ പറഞ്ഞ എൻ്റെ ചെലവിൽ കഴിയുന്നവർക്ക് വേണ്ടിയും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അത് എൻ്റെ കയ്യിൽ പൈസ ആയിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, വിറ്റാ കാശെത്തുന്ന സാധനം ഉണ്ടായാലും. അപ്പോൾ ഒരു ഫഖീഹിന്റെ കാര്യത്തിൽ, പണ്ഡിതന്റെ കാര്യത്തിൽ ഇബ്നു ഹജർ പറഞ്ഞു, അയാളുടെ അടുത്ത് കുറേ കിതാബുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് കിതാബുണ്ട്, എൻ്റെ അടുത്ത് പൈസ ആയിട്ടൊന്നുമില്ല. ഈ സംഗതികളെ ഇന്നത്തെ വിലക്ക് നല്ല വിലക്കുണ്ടോ? വലിയ വിലയുള്ള കിതാബുകളൊക്കെ ഉണ്ട്, ഒരുപാട് വിലക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട താരീഖ് ദിമഷ്കൽ കബീർ ഇബ്നു അസാക്കിർ തങ്ങളുടെ ഒരു കിതാബുണ്ട്, താരീഖ് ദിമഷ്കൽ കബീർ എന്നാണ് പേര്. ഡമസ്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആലിമ്യങ്ങളുടെ ചരിത്രമായിട്ടില്ല. അത് ഒട്ടാകെ 80 വാല്യം. 80 വാല്യം എന്ന് പറഞ്ഞാൽ അതിന് വിലക്ക് വാങ്ങുകയാണെങ്കിൽ വലിയൊരു സംഖ്യത്തുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കിതാബ് കിട്ടാൻ തന്നെ ദുഹാൻ കണ്ട ഇമാം നവവി തങ്ങളുടെ ഓരോ കിതാബ് എത്ര രൂപ വില ഉണ്ടാവും? വലിയ വലിയ ജുസുക്കളുള്ള വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഗ്രന്ഥങ്ങളെ ഒരാൾ സക്കാത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ആശായ കിതാബാണെന്ന് വിറ്റാക്കി യാതൊരു വൃത്തിയില്ല, അങ്ങനത്തെ ചില കിതാബാണ്. പൈപ്പെട്ടാണ് മസാലകൾ അറിയേണ്ടുന്ന കിതാബാണ് തുഹ്ഫ. ഒരു ആര്യമാണ്, അയാൾക്ക് ഒരു തുഹ്ഫുണ്ട്. അത് വിറ്റാപ്പന്നത്തെ വിലക്ക് 2000 രൂപ കിട്ടും. പക്ഷെ അത് വിൽക്കാൻ നിർത്തിയില്ല. അത് വിറ്റായാല് ഒരുപാട് ആളുകൾ മസാല വെച്ചാൽ പറഞ്ഞു വെക്കാനുള്ള ഒരു കിതാബ് അതാണ്. അയാൾക്ക് തന്നെ ഒരുപാട് മസാലകൾ അറിയാനുള്ള ഒരു കിതാബ് അതാണ്. അതായത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കിതാബ്, അത്യന്താപേക്ഷിതമായ കിതാബ് വിൽക്കാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള കിതാബുകൾ വിറ്റിട്ടെങ്കിലും, ഞാൻ ഇതെന്നതൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഫിത്ർ സക്കാത്ത് ഒഴിവാവില്ല. മിക്ക ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കില്ല. അത് കൊടുക്കാനായിട്ടൊന്നും ഇപ്പൊ ഞാനില്ല, ഞാൻ അത്ര മുതലാളിയൊന്നുമില്ലല്ലോ. മുതലാളിയാണ്ട ഫിത്ർ സക്കാത്ത് വാജിബാണ്. ഞാൻ ഈ പറഞ്ഞ സംഗതി പെരുന്നാൾ ദിവസത്തെ ചെലവ്, അന്നത്തെ ഭക്ഷണം വസ്ത്രം രണ്ടും ചെലവ് തന്നെപ്പെടും. പിന്നെ ഒരു വീടും. ഇതൊക്കെ നിലവിലുള്ള ഒരാൾക്ക്, അയാൾക്ക് വേണ്ടിയും അയാളെ ചെലവിൽ കഴിയുന്നവർക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് അയാൾ കൊടുത്തോളണം. അപ്പൊ വലിയ കൈവേദനയൊന്നുമില്ല. അതുകൊണ്ടാണ് പലപ്പോഴും
ഈ സക്കാത്ത് വാങ്ങുന്നവൻ തന്നെ കൊടുക്കാൻ അവകാശം. റമദാൻ 1 മുതൽ തന്നെ ആൾക്കാർ സക്കാത്തോ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പാവപ്പെട്ട എങ്ങായി സക്കാത്ത് കണ്ടമാനം വാങ്ങി കൂട്ടി. ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് അയാളെടുത്ത് ഒരുപാടുണ്ട്. അയാളെത്തുള്ള അരിയും സംഗതി എല്ലാം കൂടി വിൽക്കുകയാണെങ്കിൽ ഞാൻ ആ പറഞ്ഞ പെരുന്നാൾ ദിവസത്തെ ചെലവ് ഇതിനപ്പുറമൊക്കെ കഴിയും. അപ്പൊ അയാൾ സക്കാത്ത് വാങ്ങിയ ആളാണ്. എന്നിട്ടും അയാളെ സംശയത്തോളം നിർബന്ധമായി ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. അത് കൊടുക്കലും വാങ്ങണ ആൾക്ക് തന്നെയും ചിലപ്പോൾ കൊടുക്കൽ നിർബന്ധമായി വരും. അങ്ങനെ ആയ ഓണമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അപ്പൊ ഏതായിരുന്നാലും ഈ 2 സക്കാത്തും ഫിത്ർ സക്കാത്തും അല്ലാത്ത ഈ കച്ചവടത്തിന്റെ സക്കാത്ത് പോലത്തെ സക്കാത്ത് നദിപ്പെട്ട തന്നെയാണ്. സ്വർണം സൂക്ഷിപ്പുള്ളതാണ്, ആഭരണമല്ല. ആഭരണം എത്ര തോന്ന ആഭരണം ഉണ്ടായോ ആഭരണമാക്കി ഉപയോഗിക്കാൻ പറ്റും വിധത്തിലുള്ള കണ്ടീഷനിലുള്ള ആഭരണം ഉണ്ടാക്കി വെച്ചാൽ ആ ആഭരണം ഉപയോഗിക്കണില്ലപ്പോ. ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കുമ്പോ ആണെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ ഇപ്പൊ ബാധിച്ചില്ല, അതിന് സക്കാത്ത് പറ്റില്ല. ചില മനസ്സിലാക്കി പിഴവാണ്. ചില മനസ്സിലാക്കി ആഭരണം ഒരു കേടുമില്ലെങ്കിൽ ഇപ്പൊ ഒരു കൊല്ലം ഉപയോഗിക്കാതെ അങ്ങനെ കിടന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് വേണ്ട. ഉപയോഗിക്കാതെ കിടന്നു എന്നുകൊണ്ട് സക്കാത്ത് വേണ്ട. പിന്നെ സക്കാത്ത് വേണ്ടിവരും. ഒരാൾക്ക് ആഭരണം ഉണ്ട്, ഈ ആഭരണം ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് പൊട്ടിപ്പൊളിഞ്ഞ് കേടുന്നു. പഴയകാലത്തെ ആഭരണങ്ങളാണ്, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല. ആ നിലക്കായിട്ട് ഒരു കൊല്ലം അവിടെ അങ്ങനെ കിടന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിന്റെ തൂക്കം കണക്കാക്കിയത് സക്കാത്ത് കൊടുക്കണം. അതേ സ്ഥാനത്ത് കുറച്ച് കേടുപാടുള്ളതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കണില്ല. ഒന്ന് നന്നാക്കേണ്ട ആവശ്യമുള്ളൂ. ഒന്ന് വിളക്കിയൊക്കെ നന്നാക്കിയേ ഉപയോഗിക്കാം. നന്നാക്കണം എന്ന കരുത്തുമുണ്ട്. എന്നാൽ അതിന് സക്കാത്ത് കൊടുക്കുന്നതാവില്ല. കാരണം ആഭരണമായിട്ടാണ് കണക്കാക്കും. അതേ സ്ഥാനത്ത് ഇങ്ങനെ കേടുവന്ന് പൊട്ടിപ്പൊളിഞ്ഞ കേടുനിന്ന് നന്നാക്കിയിട്ടില്ല, നന്നാക്കണം എന്നവന് അഭിപ്രായമില്ല. ഇതിന് വീക്കി തൂക്കി വിൽക്കണം എന്നാണ് അങ്ങനെ അഭിപ്രായം. അങ്ങനെ വല്ലം കഴിഞ്ഞാൽ സക്കാത്ത് നോക്കണം. അതുകൊണ്ട് അത് ആഭരണം എന്ന അടിസ്ഥാനത്തിന് പുറത്തിട്ട് പോയി. അപ്പൊ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. നമ്മൾ സ്വർണ്ണമായിട്ട് ആഭരണമല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ നീ ആഭരണമല്ല, വെറും കട്ടിപ്പൊന്നുമല്ല, സ്വർണം കൊണ്ട് പാത്രം ഉണ്ടാക്കണം, ഗ്ലാസോ പിഞ്ഞാണോ പോലത്തെ ഒക്കെ ഉണ്ടാക്കി, എന്നാൽ സക്കാത്ത് കൊടുക്കണം. കാരണം ഇസ്ലാം അങ്ങനത്തെ പാത്രം അംഗീകരിക്കുന്നില്ല. പഴയകാലത്ത് വലിയ രാജാക്കന്മാരങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അതവരുടെ പണത്തിന്റെ കുഴപ്പമാണ് അവർ ചെയ്തു എന്നുള്ളൂ. അത് തെറ്റാണ്, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. ആഭരണം ഉണ്ടാക്കാൻ തന്നെ കായില്ലാത്തവർ പിന്നെ ഇങ്ങനെ സ്വർണം കൊണ്ട് പാത്രം ഉണ്ടാക്കുക. രാജാക്കന്മാരൊക്കെയാണ് ഉണ്ടാക്കിയത്. പഴയകാലത്ത് ഉള്ള രാജാക്കന്മാരെ വലിയ ഏരിയകളൊക്കെ ഇപ്പം നമ്മൾ ചെന്ന് കണ്ടാൽ അതിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. മൈസൂർ രാജാവിന്റെ കോട്ടയിലും അല്ലെങ്കിൽ അയാളെ മ്യൂസിയം അവിടെ നോക്കിയാൽ അയാൾ ഉപയോഗിച്ചിരുന്ന കസേര, ആ കസേരയൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ചിരുന്ന പ്ലേറ്റ്, അത് സ്വർണ്ണ പ്ലേറ്റാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പാടില്ല, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ആൾ ഉണ്ടാക്കി വെച്ചാൽ അത് എത്ര കൊല്ലം ഇരുന്നാലും ആ ഇരിക്കണ കൊല്ലത്തോളം കിട്ടും. ആഭരണമായിട്ടില്ല. ആഭരണം ഇസ്ലാം അംഗീകരിച്ചാണ്. പുരുഷന്മാർക്ക് പറ്റൂലെങ്കിലും ആഭരണം നമ്മളെ പൊന്നേക്ക് പറ്റുമോ? ഒരു പുരുഷൻ ചെയ്യുന്നുണ്ടാക്കി കൗത്തിട്ട് കൊണ്ടുവരണം, എന്നാൽ സക്കാത്ത് കൊടുക്കണം. കൗത്തിട്ടില്ല ഹറാമാണ്, വേറെ വിഷയം. അതിന്റെ പുറമെ അത് സക്കാത്ത് കൊടുക്കാൻ മാത്രം തൂക്കണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കും വേണം. ചില ആളുകളൊക്കെ പണക്കാരാണ്, അല്ലാഹു തആല ഹലാലും ഹറാമൊന്നും യാതൊരു പരിഗണനയില്ലാണ്ട് സ്വർണത്തിന്റെ ചെയ്തിട്ട് കൊണ്ടെടുക്കുക. അങ്ങനെയല്ലേ പെണ്ണുങ്ങളായി ചെയ്തിട്ട് കൊണ്ടു ഹറാമാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടായി ഉപയോഗിച്ചാൽ ആ ഉപയോഗിക്കുന്ന ആ ചെയ്യുന്ന ഉപയോഗിച്ചാലും ഉപയോഗിക്കാതെ അവൻ പാത്തിച്ചാലും ശരി, അതിന് സക്കാത്ത് നിർബന്ധമാവും. 10.5 പവൻ ഉണ്ടായാൽ 85 ഗ്രാമാണ് അതിന്റെ നിസാബ്. 84 ഗ്രാം വന്നാൽ തന്നെ 10.5 പവൻ. 10.5 പവന്റെ പുറത്ത് 1 ഗ്രാമേ വരുള്ളൂ. അത്രയുണ്ടായാൽ സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടുന്ന തുക എത്തിയിരുന്നു. അപ്പൊ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ കണക്കാക്കാം. നമ്മുടെ നാട്ടിൽ വെള്ളി കൊണ്ട് തന്നെ കണക്കാക്കിയാൽ മതി. കാരണം സ്വർണത്തിന് വില പിന്നെയും കൂടും, അത്ര വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ മൂല്യം വെള്ളിയാണ്. വെള്ളി കൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കുവൈത്ത് പോലത്തോടത്ത് സ്വർണം കൊണ്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ മൂല്യം സ്വർണ്ണമായിട്ട് കണക്കാക്കുള്ളൂ. അവിടുത്തെ ദീനാർ എന്ന് പറയുന്നത് സ്വർണ്ണ നാണയമാണ്, വെള്ളി നാണയമല്ല. ഇവിടെ ആണെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും വെള്ളി നാണയമാണ്.
നമ്മളെ നാട്ടിലും ഇവിടെയും ഒരേ മൂല്യമായിരുന്നു പണ്ടൊരു കാലത്ത്. നമ്മുടെ നാട് ഭരിച്ചു ബ്രിട്ടീഷുകാർ. അതേ ബ്രിട്ടീഷുകാരനെ എവിടെ ഭരിച്ചിരുന്നു? ഇമാറാത്തും ഭരിച്ചു. അന്ന് നമ്മുടെ നാട്ടിലെ വെള്ളി നാണയം തന്നെയായിരുന്നു ഇവിടുത്തെ നാണയം. ഇപ്പോ നിസാബ് കണക്കാക്കുന്ന വെള്ളി കൊണ്ട് തന്നെയാണെങ്കിൽ രണ്ട് നാണയങ്ങളാണ്. നമ്മുടെ നാട്ടിലെ രൂപയാണ്, ഇവിടുത്തെ ദിർഹമാണ്. രണ്ടിന്റെയും അടിസ്ഥാന മൂല്യം വെള്ളിയാണ്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കച്ചവടങ്ങൾക്കൊക്കെ നിസാബ് കണക്കാക്കുമ്പോൾ അതിന് എത്ര ഉപ്പാന ചരക്ക് വേണം, നമ്മൾ സ്റ്റോക്ക് എടുപ്പ് നടത്തുമ്പോൾ വെള്ളിന്റെ റേറ്റിൽ കൂട്ടിയാൽ മതി, സ്വർണത്തിന്റെ റേറ്റിൽ കൂട്ടേണ്ടതില്ല. വെള്ളിന്റെ റേറ്റ് പ്രകാരം കൂട്ടുമ്പോൾ എത്രയേ വേണ്ടുള്ളൂ, വലിയൊരു കച്ചവടമൊന്നും ആവില്ല. അപ്പൊ അങ്ങനത്തെ കച്ചവടക്കാർ സക്കാത്ത് കൊടുക്കണം, അതിൽ യാതൊരു ഏതുമില്ല. അപ്പൊ എത്രയോ കച്ചവടക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ കൃത്യത പാലിക്കാതെ പൊട്ടക്കണക്കിന് സക്കാത്ത് കൊടുക്കും. അത് ശരിയല്ല. ഇത് കൊടുക്കേണ്ടതാർക്കാ, അവിടെയും നമ്മൾ മനസ്സിലാക്കുക. കൊടുക്കേണ്ടത് ഇസ്ലാം 8 കൂട്ടരെയാണ് പരിചയപ്പെടുത്തിയത്. ഇന്നമസ്സദഖാത്തു എന്ന് പറഞ്ഞിട്ട് സൂറത്ത് സക്കാത്തിന്റെ അവകാശങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ആ കൂട്ടർ 8 കൂട്ടരാണ്. ഈ 8 കൂട്ടരും കൂടി നമ്മുടെ നാട്ടിൽ കിട്ടൂല. അതുകൊണ്ട് ആ 8 കൂട്ടരിൽ നിന്ന് എത്തിക്കപ്പെടുന്നവർക്ക് കൊടുക്കണം. അതിന് ഏതൊക്കെ കൂട്ടരാണുള്ളത്? ഉള്ളവർ കൊടുക്കണത്, ഇല്ലാത്തവരെ ഉണ്ടാക്കി കൊടുക്കണ്ട. പയ്യ ഒരു കൂട്ടരാണ്. അതൊന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണക്കാർക്ക് കൊടുക്കരുത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. വന്നവർക്കൊക്കെ കൊടുക്കുക. പച്ച വെച്ച് വരും, നമുക്കറിയില്ല ഇരുത്തേരെ വരും. അങ്ങനെ ഒരു ടീം ഇങ്ങനെ വരികയാണ്. എന്ന് വരിക 27 എന്നാണ് മിക്കവാറും വരിക. 26 തുടങ്ങും, 27, 26, 27 ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ കണ്ടമാന ആളുകൾ, ഇവിടുന്നൊക്കെ കുറെ പെണ്ണുങ്ങൾ, കുറെ കുട്ടികൾ, കുറെ ആളുകൾ, അവരാരാ എന്തൊന്നും അറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അവകാശികൾക്കാകണം എന്ന് വെച്ച് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ള വീടുകളിൽ ആ വീടുകാരുടെ ഉള്ളുകളിൽ നമുക്ക് അറിയാലോ അന്വേഷിച്ചാൽ അങ്ങനെ നിശ്ചയിച്ച് കൊടുത്താൽ വളരെ നന്നായി. ഈ സൗകര്യം പറഞ്ഞാണ് പുത്തനാശയക്കാരും കുറച്ച് പരിഷ്കാരവാദികളൊക്കെ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അപ്പൊ പുറത്ത് നോക്കുന്ന ആൾക്കാർ ഓല കമ്മിറ്റിയാണെങ്കിൽ എന്നുള്ളത് നല്ല മട്ടത്തിലാവും കൊടുത്തത്. ഇതെല്ലാവരെയും ആകർഷിക്കും. യഥാർത്ഥത്തിൽ ആ പറഞ്ഞ സംഗതി ശരിയാണ്. നമ്മക്ക് കമ്മിറ്റി കൊടുത്തുകൊണ്ട് ശരിയാവില്ല, അത് വേറെ വിഷയം. കമ്മിറ്റി കൊടുക്കാൻ ഇസ്ലാമിൽ പറഞ്ഞ കൂട്ടണിപ്പെട്ട ഒന്നിൽപ്പെട്ടതല്ല. അതേ സ്ഥാനത്ത് കമ്മിറ്റി ഉണ്ടാക്കണ്ട, നമ്മൾക്ക് അന്വേഷിച്ചാൽ അറിയാലോ എന്താ ഓന്റെ സ്ഥിതി. എന്റെ തൊട്ട അയൽവാസിയായിരിക്കും, ഓന്റെ സ്ഥിതി എനിക്കറിയില്ല. ഞാൻ ഓനങ്ങനെ കാണുന്നുണ്ട്. രാവിലെ വൈകുന്നേരമൊക്കെ കാണുമ്പോൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആരോടൊന്നും ചോദിക്കൂല. അപ്പോൾ ഓന് നല്ല പൈസന്റെ ഒക്കെ ഒരാവശ്യമില്ല എന്നാ തോന്നുന്നുണ്ട്. ആവശ്യം ആരെങ്കിലും ചോദിക്കൂലേ? നമ്മൾ ഓനെ വെക്കാത്ത കൊടുക്കേണ്ട ആളായി കാണുന്നില്ല. ഓന്റെ തിടുക്കം പഠിച്ചോന്ന് ഓനല്ലാറില്ല. ഓൻ വേറെ ആളെ മുമ്പിൽ അത് വെക്കൂല. അവന്റെ എത്രയും ആൾക്കാരുണ്ട്. എന്റെ അപേക്ഷകളൊക്കെ റബ്ബിനോട് വെക്കലാണ്. ഇപ്പോൾ ആൾക്കാരെ പറഞ്ഞു കാര്യം എന്നിട്ട് വെക്കൂല. അതേ സ്ഥാനത്ത് കണ്ടോലോടൊക്കെ പൈസ വെച്ചു. ഇല്ല, ഓനെ ഒരു സാമാന്യ മുതലാളിനെക്കാണോ വലിയ ആളായി അവന്റെ ശരിയ. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എത്ര വീടും നമ്മൾ പരിസരത്ത് അപ്പൊ നോക്കിയാൽ ആ വീട്ടിൽ ഓരോരുത്തരും സ്ഥിതി നമുക്ക് അടുത്തറിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ആലോചിക്കണം മാത്രം, ചിന്തിക്കണം. അപ്പൊക്കെ മനസ്സിലാവും അവന്റെ സ്ഥിതി എന്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് വലൈസൽ ഫഖീറു മൻ യറുദ്ദുഹു തംറത്തു വതംറത്താനി. നിങ്ങൾ ഫഖീർ മനസ്സിലാക്കും. ആരെ കണ്ടാല് എന്തെങ്കിലും തരാണ്ട് വെച്ചുകൊണ്ട് വരും വീടിന് മുമ്പിൽ. അപ്പോൾ ഒരു കാരക്കോട് കൊടുത്താൽ വന്നു പോയിക്കോളും, അല്ലെങ്കിൽ പിടി അരി എടുത്ത് കൊടുത്താൽ വാനാണ് പോയിക്കോളും, അല്ലെങ്കിൽ 2 ഉറുപ്പ് എടുത്ത് കൊടുത്താൽ വാണ് പോയിക്കോളും. അങ്ങനെയല്ലേ ഇപ്പം നമ്മളെ യാചകന്മാര് വീട്ടിൻ്റെ മുമ്പിൽ യാചിച്ചു വരും. ആ വരുന്നവർക്ക് ഇപ്പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താൽ പോലെയാണ് പോകും. അതല്ല ഫക്കീർ. കാരണം ഓനെ വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ ഓരോ കാരക്ക വാങ്ങി, 2 കാരക്ക വാങ്ങി, വൈകുന്നേരം ആകുമ്പോൾ 4 ചാക്ക് കാരക്ക വിൽക്കാണ്ടാവും. നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് ആ കാരക്കാനൊക്കെ സുഖാൻ അന്നത്തെ ഭാഷ ഉപയോഗിച്ചാണ്. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ അന്നാക്കോ എല്ലാവരും കൊടുക്കലെന്താണ് പിടിയേരിയാണ്. ഭക്ഷണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു സിസ്റ്റം. എൻ്റെ ഉമ്മയൊക്കെ ചെയ്തിന്ന് ഞാൻ കണ്ടിരുന്നതാണ്. എന്താ ഭക്ഷണത്തിന് അരി വെക്കുമ്പോഴൊക്കെ ഒരു പിടിയേരി ഇട് 2 തൂക്ക് അതിന് വെച്ചിട്ടുണ്ടാവും. ഒരു മൺപാത്ര തൂക്കാണ്. ഈ 2 തൂക്ക് വെച്ചിട്ടുണ്ട്. 2ലും ഓരോ മുള്ള അരിയുണ്ട്. എന്താണത്? ഒന്ന് പള്ളിക്കന്ന്
ഈ നുള്ളരിക്ക് വേണ്ടി വരുമ്പോൾ ഒരു തൂക്കാനാണ് ഒരു തൂക്ക് മാസത്തെ വെക്കരാമ്പള്ളിന്ന് വരിക. അപ്പൊ ആ തൂക്കലിട്ട ഈ നുള്ളരിട്ടതൊക്കെ അവർക്ക് കൊടുക്കും, പള്ളി കമ്മിറ്റിക്ക്. മറ്റതെന്താണ്, ഈ പാവപ്പെട്ടവർ വരുമ്പോൾ ഓർക്കൊരു പിടിയേരി എന്നിട്ട് പിടി ഓർക്ക് വിട്ടു കൊടുക്കും. എന്നാൽ അവരാണ് പോകും. കാരണം പൈസ കൊടുക്കാൻ ഇന്നത്തെ ആളുകൾ പൈസ അവരുടെ ഭരണത്തിന് എടുത്തതിൽ നിന്ന് ഒരു ചെറിയ അളവുണ്ട് ഇഷ്ടി എടുത്തേക്കാണ്. അതപ്പോ നുള്ളരി ഒരു നുള്ള് വാരിട്ടേക്ക. ഇത് കിട്ടിയാണ് പോവും അന്നത്തെ ഈ ഫക്കീറന്മാർ പറഞ്ഞു. ഇങ്ങനത്തെ ആളെ കണ്ടാൽ നമ്മൾ ഫക്കീറാൻ മനസ്സിലാക്കും. റസൂൽ പറയുന്നു അങ്ങനത്തെ ഓൻ ഫക്കീറല്ല. കാരണം ഓന് വൈകുന്നേരമായപ്പോഴത്തേന് എത്ര ഉറുപ്പ്യ ഉണ്ടാക്കി. ഇപ്പൊ കണ്ണൂട്ടന്മാര് ചിലപ്പോ അവർ യാചന നടത്തിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് എത്ര ഉറുപ്പ്യ ഉണ്ടാക്കും. ഇപ്പൊ ഒരു കണ്ണൂട്ടനാണെങ്കിലും ഒരാള് 10 ഉറുപ്പ്യ കുറച്ച് കൊടുക്കില്ല. അപ്പൊ വൈകുന്നേരം വരെ നടന്നപ്പോ 1000 ആളെ കണ്ടാൽ 30 ഉറുപ്പ്യ എത്ര ഉറുപ്പ്യ ഇട്ടുണ്ടാവും. ഇവനൊക്കെ ഫക്കീറായി എണ്ണാൻ പറ്റുമോ? അതുകൊണ്ടാ ഒരേസൽ ഫക്കീർ മഞ്ഞറുത്തൂത്തം ഋത്തൂത്തം പത്താനാണ്. പിന്നെ ആരാ ഫക്കീർ പറഞ്ഞാണ്? ഫക്കീർ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, ഒരാളുടെ നിത്യവരുമാനം ഒന്ന് ദിവസങ്ങളെ കൊണ്ട് അതിനെ ഹരിച്ചു നോക്കുക. ആ ദിവസ വരുമാനം ഒരു ദിവസത്തിന് എത്ര ഉണ്ടാവും? ആ മാസ വരുമാനം. ഇപ്പൊ ഒരു പാവപ്പെട്ട മുഅല്ലിമിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. 1ാം ക്ലാസ് പഠിപ്പിക്കുകയാണ്. ഓന് കിട്ടുന്ന ശമ്പളം 1000 ഉറുപ്പികയാണ്. 1000 ഉറുപ്പികയാണ് ഒരു മാസത്തിൽ ആ കമ്മിറ്റിക്കാർ വന്ന് കൊടുക്കുന്നത്. അതുതന്നെ കഴിഞ്ഞല്ല 250 എന്ന് കൊല്ലം കൂട്ടിയതാണ്. 250 കൂട്ടിയിട്ട് 1000 ആക്കി. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ 1000 വാങ്ങുന്ന ആള് ഇന്നലെപ്പനോട് ഒരാൾ ചോദിച്ചു, എത്രയാണ് പോ ആ മൂലയ്ക്ക് ശമ്പളം കൊടുക്കണം ചോദിച്ചു. ഞാൻ പറഞ്ഞ അയാൾക്ക് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന 7500 ഉറുപ്പിക. ഒരു മൂലയെ ചെറിയ മൂലയെ പറ്റി പറഞ്ഞാണ്. അപ്പോഴാണ് 750 ഉറുപ്പിക. 750 ഉറുപ്പിക അല്ല 1500 ഉറുപ്പിക. 1500 എങ്ങനെയാണ് 1500 കൊണ്ട് ഒരാള് ജീവിതം കഴിയാണ്? അയാള് ഭയങ്കര അജബായിട്ട് നമ്മളെ കേരളക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിൻ്റെയും മദ്രസൻ്റെയും ഒന്നും കമ്മിറ്റിയിലൊന്നും ചോദിച്ചു. ഞാൻ അങ്ങനത്തെ കമ്മിറ്റിയിലൊന്നുമില്ല. എന്നാ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കഴിച്ചതല്ല. 750 ഉറുപ്പിക ഒരു മദ്രസയില് 1500 ഉറുപ്പിക മദ്രസ ഉണ്ടാവും. നമ്മളവിടെ കൊടുക്കണ്ട, ഒരു മദ്രസ കൊടുക്കില്ല 1500. പിന്നെ വലിയ അമ്പളാണിത്. ഇയാൾ പറഞ്ഞ 1500 കൊണ്ട് എന്താ കാട്ടുക? നമ്മൾ ഇന്നലെ പോയ ജമാൽ മുസ്തഫ. അപ്പോ അയാൾക്കത് ഭയങ്കര അത്ഭുതം. ഇതിപ്പോ കൊടുക്കണത് മാന്യമായ ശമ്പളമാണ്. അപ്പൊ 1000 ഉറുപ്പിക ഞാൻ പറഞ്ഞ ഒരു മുഅല്ലിമിന് കൊടുക്കുന്നത് എങ്കിൽ ആ മുഅല്ലിമിന് 1000 30 ദിവസത്തിന്റെ ലഭിച്ചാൽ എത്ര ഉണ്ടാവും? 30 ഉണ്ടാവില്ല, എത്ര ഉണ്ടാവുള്ളൂ? 50 ഉറുപ്പിക ഒരു ദിവസത്തേക്കില്ല. ഇതാണ് ഇപ്പൊ അയാളെ. അതല്ലേ ഒരു ശമ്പളക്കാരൻ കിട്ടുന്ന 1000 ഉറുപ്പിക ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഒരു മുഅല്ലിമിന് കൊടുക്കുന്ന 1000 ഉറുപ്പികയാണ്. എൻ്റെ തൊട്ടടുത്തുണ്ട് ഒരു മുഅല്ലിമിൻ താമസിക്കണം. എൻ്റെ തൊട്ട വീട് എൻ്റെ പെങ്ങളെ വീടാണ്. ആ വീട് വാടകയ്ക്ക് എടുത്തതാണ്. അപ്പോൾ പെങ്ങള് പറഞ്ഞു അയാൾ അത്രയും സാധുവാണെന്ന്. അങ്ങനെ വാടക വേണ്ട, അയാൾ താമസിച്ചോട്ടെ. അങ്ങനെ അയാളെ താമസിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാളെ ശമ്പളം നോക്കുമ്പോൾ ഈ പറഞ്ഞ 7500. അല്ല 7500 750. 750 ഉറുപ്പികയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്. നാട്ടിൽ തന്നെ മദ്രസയിൽ നിൽക്കണം. അപ്പൊ അത്രയോടെ കൊടുക്കാൻ കഴിയുള്ളതുകൊണ്ട് കൂടെ അത്ര കൊടുക്കണം. എന്തായാലും ഒരാളുടെ ജീവിതത്തിന് ഇതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി? അപ്പൊ അവന്റെ നിത്യജീവിതത്തിലേക്ക് ആവശ്യമായ സംഖ്യയുടെ ഒരു ചെറുപാടായിരിക്കും നിത്യജീവിതത്തിന് കിട്ടുന്നത്. അപ്പൊ 100 ഉറുപ്പിക കൊണ്ട് ഒരു ദിവസം ചെലവ് ചെയ്യും. ഓനെ നിൽക്കുക, എൻ്റെ മോനും ഓൻ്റെ ഭാര്യയും 2 കുട്ടികളും. 100 ഉറുപ്പിക ഉണ്ടായാൽ സാമാന്യമായി ചെലവ് കഴിയും എന്ന് വെക്കാൻ വേണം. എന്നാൽ ദിനം പ്രതി 100 ഉറുപ്പിക കിട്ടണമെങ്കിൽ മാസത്തെ എത്ര കിട്ടണം? 3000 കിട്ടണ്ടേ? ഏത് മുഅല്ലിമിനാണ് 3000 കൊടുക്കുന്നത്? നമ്മൾ മനസ്സിലാക്കാനും വേണ്ടി മുഅല്ലിമിന്റെ കഥ പറഞ്ഞത് നമ്മളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് കൊടുക്കുന്ന തുകയാണത്. എന്നിട്ട് തന്നെ ആ മുഅല്ലിമിന് ഇതിൻ്റെ ഒരു 100 കുറ്റം വേറെ ഉണ്ടാവും. അയാൾ നോക്കണം പത്രടക്കം
ഇവർക്ക് എന്ത് കൊടുക്കണം എന്നെങ്കിലേ ആ ശമ്പളം തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശമ്പളം പോകുമ്പോൾ തിരുവിലാറ് എന്താ തിരുവിലാറ് കാരണം ഇജ്ജ് നോക്കണോ അത്ര ഏതാ? ഞാൻ എന്നാലും എന്നോട് വന്നു സിറാജല്ല കണ്ടത്. ഇത് വരുത്തുന്ന പത്രം സിറാജല്ലേ, അതുകൊണ്ട് എനിക്കാ പറഞ്ഞ അതിനും അർഹതല്ല എന്നാണ് പറഞ്ഞു. എന്തൊരു സുബ്ഹാനല്ലാഹ്, എന്തൊരു കാലം! ഈ മുഅല്ലിമ് ഇവ എങ്ങനെ ഇതുകൊണ്ട് ജീവിക്കണം അള്ളാഹ്ക്കാണ് ഇറങ്ങി വരും. അപ്പൊ ഓന്റെ നിത്യവരുമാനത്തിന് 100 രൂപ ആവശ്യമുണ്ടെങ്കിൽ ആ 100 രൂപ ദിനം പ്രതി വന്ന് കിട്ടണമെങ്കിൽ നമുക്ക് സമ്മതമായി. 3000 രൂപ ശമ്പളമുണ്ട്, 100 രൂപ ദിനം പ്രതി കിട്ടുന്നുണ്ട്. അതില്ല, അതിന്റെ പകുതി ഉണ്ട്. 1500 ശമ്പളം. അപ്പൊ ദിനം പ്രതി എത്ര കിട്ടും? 50 രൂപ കിട്ടും. എന്നാൽ തന്നെ ഓൻ മിസ്കീനാണ്. കാരണം ഓന്റെ നിത്യജീവിതം 2 കാര്യം മുട്ടിക്കണമെങ്കിൽ പിന്നൊരു പകുതി വേറെ ഉണ്ടാക്കണോ ഉള്ളൂ. 1500 അവന് ശമ്പളം. അപ്പൊ ദിനം പ്രതി എത്ര കിട്ടി? 50 രൂപ കിട്ടി. ഈ 50 കൊണ്ട് അവന് ഏത് വിടൂല, കഴിയൂല. അപ്പൊ 50 വേറെ ഉണ്ടാക്കണം. ഇങ്ങനത്തെ ആളെപ്പറ്റി പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അവൻ ഫക്കീറാണ്, അല്ല മിസ്കീനാണ്. ചിലപ്പോ അതിനേക്കാൾ ഏറെ ഉണ്ട്. പറഞ്ഞമായിരുന്നു കുറച്ചും കൂടി. എന്നാലും ഞാൻ പെട്ടെന്ന് നിർത്തും, സമയം ഒരുപാടായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞില്ല, എന്ത് സംശയത്തിനുള്ള ചെറിയൊരു സമയം വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എന്താ, ഫക്കീർ മിസ്കീനും തമ്മിലുള്ള വ്യത്യാസം. നിത്യജീവിതത്തിന് ആവശ്യമായ ശമ്പളം അല്ലെങ്കിൽ പണം ഓൻ ഓരോ ദിവസത്തേക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഓൻ ഫക്കീറുമല്ല മിസ്കീനുമല്ല. അതേ സ്ഥാനത്ത് എന്തോന് കിട്ടുന്നുണ്ട്, പക്ഷേ നിത്യജീവിതത്തിന്റെ പകുതിക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ പകുതിന്റെ മേലെ കഴിയില്ല. നബ്ബനെ പറ്റി മിസ്കീന് പകുതി തന്നെ തയ്യണില്ല, ഇനിയും താഴെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ 100 രൂപ ആവശ്യമുള്ള 33 രൂപയാണ് കിട്ടുന്നത് ദിനം പ്രതി. വളരെ താഴ്ന്ന ശമ്പളം. എന്നാൽ അങ്ങനത്തെ പറ്റി ഫക്കീർ പറയും. അപ്പൊ ഫക്കീർ മിസ്കീനെക്കാളും താഴെയാണ്. ഇങ്ങനത്തെ മിസ്കീന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, ഫക്കീർമാരും നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ മൂന്നാമത്തെ റൂട്ടാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അതാരാ? അത് പൊതുവിശ്വാസികളാണ്. അങ്ങനത്തോറും ഉണ്ട് എന്ന് പറയാം. നാലാമത്തെ ഒരു കൂട്ടിന് ആമിലീങ്ങളുടെ സക്കാത്തിന്റെ വിഷയത്തിൽ അമൽ ചെയ്യുന്ന ജോലിക്കാർ, അത് നമ്മുടെ നാട്ടിലില്ല. കാരണം സക്കാത്തിന്റെ വിഷയത്തിലുള്ള അമീല് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്നല്ലേ അർത്ഥം. പിന്നെ ആരാ അമീല് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇസ്ലാമിക രാജ്യം. ഇസ്ലാമിക രാജ്യം അവിടെ ഇസ്ലാമിക ഭരണം നടക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉള്ളൊരു ഫണ്ടുണ്ട്, ബൈത്തുൽമാൽ ഫണ്ട് എന്ന് പറയാം. അത് ഇവിടെ ഇപ്പോൾ ഔക്കാഫിന്റെ കീഴിലാണ് ഇപ്പോൾ നടക്കുന്നത്, ഔക്കാഫ്. അപ്പൊ ഔക്കാഫ് അതിന് വേണ്ടി നിശ്ചയിച്ച ഉദ്യോഗസ്ഥന്മാർ ബില്ലിങ്ങൾ പറഞ്ഞ ആ ഗണത്തിൽപ്പെടുത്താം എന്നല്ല. നമ്മുടെ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റിക്കാർ പെടില്ല. പിന്നെ അതിൽപ്പെട്ടതാണ് ആരെങ്കിലും യാത്രക്കാർ, യാത്ര മധ്യേ പൈസ ഒക്കെ തീർന്നിട്ട് അങ്ങനെ വിഷമിച്ചവരാരെങ്കിലും കണ്ടാൽ ഓർക്ക് നമുക്ക് കഥ കൊടുക്കാം. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അധികം ഉണ്ടാകാറില്ല. വലിയ ടൂറിനൊക്കെ പോകുന്നത് പൈസ ഉള്ളവരാണ് ഇല്ല. ഓർക്ക് കായ് കഴിഞ്ഞാൽ അടുത്ത ATM കിട്ടിയാൽ മതി. കാരണം കായ്ക്കായില്ലാത്ത കായിനെ പോവുക. ATM-ൽ കിട്ടിയാൽ മതി പറഞ്ഞാൽ ഓർക്ക് ബാങ്കിൽ പൈസ ഉള്ളതുകൊണ്ടാണ്. ബാങ്കിൽ പൈസ ഇല്ല, എവിടെയെങ്കിലും ഓരോ ATM-ന്റെ ഓഫീസിന്റെ ബന്ധത്തിൽ കാറിലുണ്ട്, അവിടെ കഴിക്കില്ല. അവന് പൈസയോടെ വേണ്ടേ? അവൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ഏത് ലോകത്തുനിന്നും പൈസ ഇല്ലാത്ത വിഷയമില്ല. പൈസ നമ്മൾ പൈസ ആയിട്ട് പോകേണ്ട പ്രശ്നമില്ല, പോക്കറ്റ് അടിച്ചു പോകുന്നുള്ള ആ പ്രശ്നമില്ല, ഒന്നും വേണ്ട. നമ്മൾക്ക് ഇന്ന് ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. നമ്മളെ നാട്ടിൽ ഉള്ള നമ്മളെ ഏതെങ്കിലും ബാങ്കിൽ നമ്മളെ ഏതുണ്ടായാൽ മതി, അങ്ങനെ അവർക്ക് ചെയ്ത് കിട്ടും, പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒന്നിലും പെടാതെ ഓന് ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ല, ഓന്റെ സഫറിനാകെ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്ന് കണ്ടാൽ ഓൻ നാട്ടിൽ പൈസക്കാരനാണെങ്കിലും ഓപ്പോ യാത്രയിൽ ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്ന് കണ്ടിട്ട് ഓനക്ക് എന്ത് കൊടുക്കാം? സക്കാത്ത് കൊടുക്കാം. ഓ സക്കാത്തിന്റെ ആവശ്യമില്ല.
എന്ന മാതിരി തന്നെ നാട്ടിലെ മസ്ലഹത്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ പള്ളി മദ്രസ പോലത്തെ കാര്യങ്ങളൊക്കെ നോട്ടക്കാരൻ ഈ കാരണത്താൽ ഒരുപാട് പൈസകൾ പോലെ കയ്യിൽ നിന്ന് ചെലവായി കടം വന്നു. ഓൻ കടക്കാരനായി. മുബാഹായ ആവശ്യത്തിന് വേണ്ടി ഓൻ കടക്കാരനായി നിൽക്കണം. എന്നാൽ കടക്കാരൻ എന്ന നിലയ്ക്ക് ഓൻ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഫക്കീറും മിസ്കീനും അല്ലെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി കടം വാങ്ങി ഒരുപാട് കടം വേണ്ട വരുന്നുണ്ട്. ഇത് വീട്ടുന്നതിന് നമ്മളും സഹായിച്ചു കൊടുക്കുക, സഹകരിച്ചു കൊടുക്കുക എന്നേരത്ത് സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഓൻ കൊടുക്കാവുന്നു, ഓൻ ആ സക്കാത്ത് വിഹിതം വാങ്ങാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ള കുറ്റമാണ്. ഇനി അതുപോലെ മറ്റൊന്നാണ് ഇല്ല. അത് യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോൾ നടുവേരാക്കി പിടിച്ചൊക്കെ അങ്ങനെ വെക്കുമ്പോൾ സംഖ്യ കൊടുത്തെങ്കിലും ഒരു വിടുള്ളൂ. അതാണ് സംഖ്യ കൊടുത്ത് പിടിക്കുക. ആ വിഷയത്തിലേക്ക് സക്കാത്തിന് വേണ്ടി നിന്ന് കൊടുക്കുക. ഇതൊക്കെ ആ ഗണത്തിൽപ്പെട്ട. ഇങ്ങനെ 5-8 കൂട്ടർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതിലൊന്നും പെടാതെ എല്ലാ കൊല്ലവും വരുന്നുണ്ട്. ഓൻ കഴിഞ്ഞാലും വന്നേನು ഓൻ കൊടുക്കാൻ ഞാൻ അങ്ങനെ കൊടുക്കാൻ പറ്റൂല. എന്നാ ഇത് നമുക്ക് പറ്റുമെന്നാണ് പ്രമാണം. എന്തുകൊണ്ട്? നമ്മളെ കൂട്ട് കുടുംബമായി ചിലപ്പോൾ ഗൾഫിലായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ മദ്രാസിന്റെ തൊഴിലിനെ എത്ര ആൾക്കാരുണ്ട്. അതുപോലെ നാട്ടിലല്ല, അവർ കച്ചവടം മദ്രാസിലാണ്. അവിടെയുള്ള സക്കാത്തൊക്കെ മദ്രാസിനെ കൊടുത്താൽ അതിന് നാട്ടിൽ പോകുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നാട്ടിലെ പാവപ്പെട്ടവരെ പരിഗണിച്ച് ഗൾഫിലുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് നമുക്ക് നാട്ടിൽ കൊടുക്കാവുന്നതാണ്. തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്തു വെച്ചിട്ട് തെറ്റല്ല. അടിസ്ഥാന നിയമത്തിന് എതിരാണെങ്കിലും ഇതിൽ വലിയൊരു ആവശ്യമുള്ളത് കൊണ്ട് അത് പറ്റുമെന്ന് ഇമാം ഷാഫി അടക്കമുള്ള പണ്ഡിതന്മാർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ കണക്കിലെടുത്ത് വേണം സക്കാത്ത് കൊടുക്കാൻ. എത്രയെങ്കിലും ഗണേശുമാരി കണക്കെടുത്തിട്ട് ആരൊക്കെ വന്നത് പൊട്ടക്കണക്കിന് അങ്ങനെ കൊടുത്താൽ സക്കാത്തായി പരിഗണിക്കൂല. ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യമാകാൻ പരമാവധി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് ക്ലാസ് നിർത്തുകയാണ്. ഇനി പല സംശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ആറ്റിൻ്റെയിലേക്ക് അങ്ങനെയില്ല. അങ്ങനെ ആയാലും മതി. പൈസ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിയാണ്ട് കൊടുക്കണം എന്നുള്ള അങ്ങനെ എത്തിച്ചത്. എന്നാലും പറ്റും. അപ്പം നിങ്ങൾ മറ്റേ ഫാമിലികാരി ആക്കിയാൽ പറ്റില്ല. ആ വ്യക്തിക്കാണ് അതിൻ്റെ പുസ്തകം. ആ വ്യക്തി എന്താക്കണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചിരിക്കണം ചെയ്യണം. ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ആ വ്യക്തി ഇങ്ങനെ പൈസ ഇങ്ങനെ പറ്റില്ല. പല ആൾക്കാരും പൈസ വാങ്ങിയാണ്ട് ആ പൈസ എല്ലാവർക്കും പൈസ കൊടുത്താൽ അത് വെക്കാത്ത വിടുക. ഏനെ അത് പലരും കൊടുത്തു. അതുകൊണ്ടാണ് അവരുടെ അവകാശി ചിലപ്പോൾ പിന്നെ അവകാശം ഇല്ലാതാവുന്നത്. അതുകൊണ്ട് അവൻ ഫക്കീരി നേരത്തെ എല്ലാവരും കൊടുത്തപ്പോൾ ഇപ്പോൾ വലിയായി. ശമ്പളത്തിന് വെക്കാത്ത ശമ്പളം വാങ്ങിയത് നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചതേ വെക്കാത്തുള്ളൂ. ഒരു മാസം കിട്ടിയില്ലെങ്കിൽ വെക്കാത്ത ഒരു കൊല്ലം ഇരിക്കണ്ടേ? വെക്കാത്ത നിർബന്ധമാണെങ്കിൽ ഹൗലാനുള്ളവർ വേണം, കൊല്ലം ചുറ്റെത്തണം. അല്ല ഇത് ബുക്ക് ചെയ്യട്ടെ, വീഡിയോനെയൊക്കെ പങ്കെടുക്കാം. ഇത് പറഞ്ഞ ഒരാൾ ചോദിച്ചു ശമ്പളത്തിന് വെക്കാത്തുണ്ടോ? ശമ്പളം വാങ്ങിയ പൈസ ബാങ്കിൽ ഇട്ടു, അങ്ങനെ കൊല്ലം തേങ്ങ അതിന് വെക്കാത്തുണ്ടോ? കൊല്ലം തികയാതെ എപ്പോൾ ഒരാൾ വന്നാണ്ട് 1 ലക്ഷം രൂപ വെക്കാൻ തന്നു. ആ തന്ന 1 ലക്ഷം രൂപ നിങ്ങളെ ബാങ്കിലോ കുടിയിലോ കൃഷിയിലോ പാത്തിച്ചു ഒരു കൊല്ലം, അപ്പോൾ വെക്കാത്തുണ്ടോ?
നിങ്ങൾക്ക് ഒരു ലക്ഷപ്പം കിട്ടിയപ്പോൾ നല്ല സമയത്താണ് കിട്ടിയത്. മാള കെട്ടിക്കാൻ നിശ്ചയിച്ചിരുന്നു. ആ മാള കെട്ടിക്കാൻ നിശ്ചയിച്ചപ്പോൾ അതിൽ ഒരു ലക്ഷം ഇപ്പോൾ പ്രതികരണം കൊടുക്കാൻ വെച്ചിരുന്നു. ആ കിട്ടിയില്ല. നിങ്ങളിപ്പോൾ ഒരു ലക്ഷം കിട്ടിയത് പോലും ചെയ്യില്ലേ? അപ്പം ജക്കാത്തില്ല. ജക്കാത്ത് ഉണ്ടാകണമെങ്കിൽ കിട്ടിയ പൈസ ഒരു കൊല്ലം അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കണം. അവൻ്റെ കയ്യിൽ വെച്ചാലും വേണ്ടില്ല, അവൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഞാനിപ്പോൾ എവിടെ വെച്ചു? ബാങ്കിൽ വെച്ചു. എന്നാലും ശരി. അങ്ങനെ വന്നാൽ ഓൻ്റെ കയ്യിൽ തന്നെ ഒരു കൊല്ലം ഇല്ലെങ്കിലേ ജക്കാത്തുള്ളൂ. എന്നല്ല വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നില്ല, ജക്കാത്തില്ല. ഇതിൻ്റെ ദർപ്പണി വെച്ചവരാണ്. കൊടുക്കാം. യാതൊരു തെറ്റില്ല. എന്ന് പറഞ്ഞാൽ കടക്കാർ അറിയപ്പെട്ടതാണ്. മുബാഹായ കടം തന്നെ കണക്ക്. അതെ അതെ അതെ. ഇനി ഓരോന്നോരോന്ന് പറയണ്ട. കൂടും, യാതൊരു പ്രശ്നമില്ല. എനിക്ക് തെറ്റില്ല. അതാണ് ഒരാളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കലും കുറേ ആൾക്കാരുടെ ആവശ്യം കുറേശ്ശെ പൂർത്തീകരിച്ചു കൊടുക്കലും നോക്കിയാൽ ഏറ്റവും ഹൈറായത് ഒരാളുടെ വലിയൊരാവശ്യം അത് പൂർത്തീകരിക്കുക. അതുകൊണ്ടാണ് ഫക്കീറായ ഒരാൾക്ക് 10 ഉറുപ്പിക കൊടുത്തു, അതിനേക്കാൾ ഹൈറ് നാളെ ഓനെ ഭിക്ഷിക്കാൻ പോകാതിരിക്കാൻ ഓൻ എന്താ പണി അറിയാം? ടൈലറിങ് അറിയാം. എന്നാൽ ഒരു മെഷീൻ വാങ്ങി കൊടുക്കാം. മനസ്സിലായോ? ഓന് കൈക്കൂട്ടും പണി അറിയാം. എന്നാൽ ഒരു കൈക്കൂട്ട് വാങ്ങി കൊടുക്കുക. ഓനങ്ങനെ എന്ത് ജോലിക്ക് പോയാലോ ഫക്കീർ അല്ലാതിരിക്കുക. അങ്ങനത്തെ ഒരു ജോലി അവൻ ആയിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾക്കുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കണം. എന്നല്ല ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ 10 പൈസ 20 പൈസ 25 പൈസ കൊടുക്കല്ല. അപ്പോൾ ആർക്കും ഒരു ഉപയോഗത്തിൽ കൂടാതെ അത് കിട്ടില്ല. സ്ഥാപനം തൊക്കാത്തിൻ്റെ സ്ഥാപനം നടത്തിയ ആള് സ്ഥാപനം നടത്തിയ കാരണം കൊണ്ട് കടക്കാരനായാൽ വ്യക്തിപരമായ കടം. അപ്പൊ ഞാൻ ജാമ്യായത്തിനേക്ക് വേണ്ടി കടം വാങ്ങിയാൽ ആ കടം വീട്ടാൻ എനിക്ക് വെച്ച് തരാൻ പറ്റില്ല. അല്ല, അപ്പോഴേ വെച്ചുള്ളൂ. ഞാൻ വ്യക്തിപരമായിട്ട് വാങ്ങാൻ പറ്റില്ല. എങ്ങനെ വ്യക്തിപരമായിട്ട് വാങ്ങിയത്? ഞാൻ എൻ്റെ വ്യക്തിപരമായി തന്നെയാണ് വാങ്ങി. അത് എന്തിനാണെന്നും ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ വാങ്ങി വ്യക്തിപരമായി തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ തെരഞ്ഞെടുപ്പുണ്ടാവുന്ന പ്രശ്നം ഇതന്നെ സ്വന്തം കൊടുക്കണമല്ലോ. അങ്ങനെയല്ല, ഇത് ഇക്കിനേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണെന്ന് അറിയാം. ആ വിശ്വാസത്തിൽ എനിക്ക് ഇക്കിനേന്റെ കടം ഞാൻ നീക്കിയല്ലോ ഒരു നിലക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി പ്രശ്നമില്ല. അതാണ് മുബാഹായ മതി, സുന്നത്തായി കൊള്ളുന്നില്ല. ഹലാലായ വിഷയത്തിലേക്ക് കടം വാങ്ങി ആ കടം വീട്ടുന്നതിലേക്ക് എന്ത് ചെയ്യാം? സക്കാത്ത് കൊടുക്കാം. ഹറാമായ വിഷയത്തിന് വേണ്ടി കടം വാങ്ങി അപ്പൊ അതിനിവിടെ കുറെ പണം ആവശ്യമുണ്ട്. അതിനാൾ വലിയൊരു സംഖ്യ എന്താക്കി, എന്നിട്ട് ആ സംഖ്യ എത്താൻ കഴിയാതെ വന്നാൽ ഇപ്പം സക്കാത്തിന്റെ കൊണ്ടുന്നത് വാങ്ങാൻ പറ്റില്ല. അർത്ഥം കളിക്കുമല്ലേ? ഏത് അത് വന്ന ഒരാൾ അതിനായിട്ട് വരിക, അതിന് കൊണ്ടുവരിക, അതിനെപ്പറ്റിയല്ല നമ്മള് കലരണം. അങ്ങനെ ചെയ്യുന്നത് എന്തല്ല, ഇവിടുത്തെ അവകാശികളെ തീർമാനം ചെയ്യാനാണ്. പോലെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട അവർക്ക് കൊടുക്കാതെത്താൻ വേണ്ടി വേറൊരു കൂട്ടർ അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന കാര്യമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരാൾക്ക് ഇത്തിഫാക്കായിട്ട് ഇയാളെ അമത്തേക്ക് ചോദിച്ചാൽ മതി. ഒരു ചങ്ങായി വളരെ കടത്തിലകപ്പെട്ടിരിക്കുകയാണ്. ഓനാൻ രക്ഷിക്കൽ വരും, ഉള്ള പൈസ എല്ലാം കൂടി കിട്ടാത്ത ഓനാൻ കിട്ടാൻ അത് പറ്റൂലേ? അത് പറ്റും. ഇങ്ങനത്തെ മസലത്തിന് വേണ്ടി അതേ സ്ഥാനത്ത് ഉള്ള പൈസ 100 ചൂത്ത് എല്ലാവർക്കും കൊടുത്താൽ ആർക്കും എടുക്കും വെക്കൂല. അതാണ് മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ് എന്താണ്, നാട്ടിൽ ഒരുപാട് അവകാശികളുണ്ട്, ഓർക്കൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരാളെ നാട്ടിൽ നിന്ന് അയച്ച് ഇറക്കിക്കൊണ്ടുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ അഥവാ ചെയ്തു വെച്ചിട്ട് അവകാശപ്പെട്ട ആൾക്ക് തന്നെ കൊടുത്തത് ഒരവകാശിക്ക് എല്ലാം കൂടി എല്ലാവരും കൊടുത്തു വെച്ചിട്ട് അവരെ വിടാതെ കൊടുത്തു കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞു, കൊടുക്കാം. അയാൾക്കെന്താ കൊടുക്കണേ? അങ്ങനെ കണക്കില്ല. ഉറുപ്പാണ് ആഭരണത്തിന് കണക്ക്. പിന്നെ ഞാൻ അവിടെ ഉള്ളവരൊന്നും എന്താ ഇസ്രാഫ് പാടില്ല എന്ന് നമ്മുടെ കിതാബിലൊക്കെ കാണാം. ഇസ്രാഫ് എന്നർത്ഥം മിതത്വം വിടൽ തന്നെയാണ് ഇസ്രാഫ്. അപ്പൊ അതാണ് അതിന്റെ പരിധി ഞാൻ പറഞ്ഞത്. അതിന്റെ പരിധി ഒരു പെണ്ണിന് ആഭരണം കൊടുക്കണം ഇത്ര വരെ കൊടുക്കാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറം കൊടുക്കൂടാ എന്നല്ല.
പിന്നെ എന്താണ് പറഞ്ഞത്? ഒരാഭരണം. ആ ഒരാഭരണത്തെ ആ നാടിന്റെ ഉറപ്പനുസരിച്ച് എത്ര തൂക്കാണ് സാധാരണ ഉണ്ടാകുന്നത്, ആ തൂക്കത്തിനേക്കാൾ കൂട്ടില്ല. അതാണ് പറഞ്ഞത്. ഉദാഹരണം പറയാം. അതിന് ഉദാഹരണം പത്മയിൽ പറഞ്ഞതന്നെ എന്താ? കൽഹാലിൻ, മിതത്വം വന്നതിന്റെ അപ്പുറമുള്ള ആഭരണത്തിന് ഉദാഹരണം ഒരു പാദസാരം വരും. കാലിന് വെക്കുന്ന പാദസാരം. ഒസുനോ ഫർദത്തെ കുല്ലി വാഹിദത്തിൻ മിന്നുമ, അതിന്റെ രണ്ട് ജോഡി ഉണ്ടാവും, ഒരു ജോഡിയായിരിക്കുമല്ലോ. അതിന്റെ ഓരോ എണയും തുണി ഉണ്ടാവും. അതിന് ഒന്നിന്റെ തൂക്കം തന്നെ, അപ്പൊ അതിന് ആ എണയും തുണിയുടെ ഒന്നിന്റെ തൂക്കം തന്നെ മിഅത്താ മിസ്കാൽ, 200 മിസ്കാല് തൂക്കം ഒന്നിനുണ്ട്. അപ്പൊ കാല് വലിച്ചുകൊണ്ട് വെക്കുന്നുണ്ട്. 200 മിസ്കാല് ഒന്നിനത്ര തൂക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇസ്രാഫ് വരുന്നത്. പിന്നെ എങ്ങനെയല്ല, 200 ദിർഹമുള്ള കുറെ പണ്ടുണ്ട്. അത് എല്ലാം കൂടി ഇട്ടാൽ ഈ പറഞ്ഞാൽ തോന്നുണ്ടോ? പക്ഷേ ചിലപ്പോ വളരും, ചിലപ്പോ പിന്നെ കാലുമല പാസാറിടും, ചിലപ്പോ കൂടി കിട്ടുന്നു. കുറെ വീട്ടിലുണ്ട്. അത് കുറേശ്ശായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പത്തര പവനാണ് നമ്മൾ പറഞ്ഞ ഈ 85 ഗ്രാം വരുന്നത്. 85 ഗ്രാം. അത് കൊല്ലം സ്വർണ്ണം കൊണ്ട് വെച്ചാൽ, ആഭരണാക്കിയിട്ടല്ല, സ്വർണ്ണം കൊണ്ട് വെച്ചാൽ കൊടുക്കണം. അതെ, ഇല്ലാത്ത വസ്തുവാണെങ്കിൽ ആ വസ്തുവിനെ വിറ്റാൽ ഞാനിപ്പറഞ്ഞ 85 ഗ്രാം സ്വർണത്തിന്റെ വിലക്കുള്ള കച്ചവടം നോക്കണം. അതും ഇല്ലെങ്കിൽ വേണ്ട. അതേന്ന് ഇപ്പൊ അത് കച്ചവടക്കാരനാണ്. വെള്ളക്കച്ചവടമാണ് നടത്തുന്നത്. എന്തൊക്കെയാണ് നടത്തുന്നത്? വെള്ളം, സർബത്ത്, പിന്നെ മോര്, ഇതൊക്കെയാണ് കച്ചവടം. അവിടെയുള്ള ആ സാധനം എല്ലാം കൂടി വിലക്കെട്ടിയ എത്ര രൂപ ഉണ്ടാകുക? വലിയ ലെവൽ കൊടുക്കുന്ന ആളല്ല. ഒരേ കെട്ടിക്കച്ചവടം നമ്മളിവിടെ ഈ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ? വേറെ ഒന്നുമില്ല, ഈ വെള്ളക്കച്ചവടം മാത്രമേ ഉള്ളൂ. സ്കൂൾ കുട്ടികളെ ഉള്ളിടത്ത് ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വെള്ളം വളരെ ചെറിയ സാധനമുണ്ട്. അതിപ്പോ ഈ പറഞ്ഞ 22,000 രൂപേന്റെ സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് കത്തില്ല. അതിന്റെ പേരനുസരിച്ച് സ്വർണ്ണം അല്ലാത്ത കച്ചവടമാണെങ്കിൽ കീഴ് അറച്ച് ചരക്കുണ്ട്. ലുലുവില് സ്വർണ്ണ കച്ചവടമല്ലോ കഴിഞ്ഞിട്ട് മണലക്കാത്തണ്ട് പോലെ. അപ്പൊ ഒട്ടാകെ ചരക്ക് കൂട്ടി നോക്കിയാൽ അവിടെ എത്ര ഉറുപ്പ്യാന്റെ വസ്തു സ്റ്റോക്ക് ഉണ്ട്, അതാണ് നോക്കുക. അത് കച്ചവടം എന്ത് കച്ചവടം അനുസരിച്ച്. അപ്പൊ സ്വർണ്ണ കച്ചവടം എന്നുള്ള കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടം വ്യത്യാസമില്ല. അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കണം. നല്ല കച്ചവടക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ആയിരം പറയും സക്കാത്ത് എല്ലാവർക്കും കൂടി കൂടുതൽ ഞങ്ങളാണ് കൊടുക്കുക. ചിലർ പറയും സക്കാത്തും അടക്കം നിങ്ങൾക്ക് ഓരോ കൊല്ലം തരുമ്പോൾ അതിന്റെ ഹിസാബാണ് തരും. എന്നിട്ട് അത് ലാഭമായിട്ട് ഇതും പറ്റും. അതുകൊണ്ട് ഒന്നിക്കാൻ വേണ്ടി അതിൽപ്പെട്ട ഒരാളെ തന്നെ അതിന്റെ മുഖ്യ ആളെ അധികാരപ്പെടുത്തി എല്ലാവരും കൂടി. എന്നാൽ അവരെല്ലാവരും സക്കാത്താണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ലാഭമാണ് അവർ വെക്കുന്നത്. പ്രശ്നമില്ല. അല്ലെങ്കിൽ ലാഭം കണക്കാക്കുന്നതിന് സക്കാത്തും കഴിച്ചിട്ടാണ്. അതുകൊണ്ട് സക്കാത്ത് ആദ്യം ആണ് കൊടുക്കുക. രണ്ടും പറ്റും. സക്കാത്ത് കൊടുക്കണം മാത്രം. അതൊന്നും നീ കിട്ടില്ല. ഇപ്പൊ ഇവിടെയുള്ള ചരക്കനെ നമ്മൾ കിട്ടുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടർ എന്ത് ചെയ്യലുണ്ട്? സാധാരണ വിറ്റുകൊടുത്തൊക്കെ പൈസ ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ കൊടുക്കാനുള്ള പൈസ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇത്ര രൂപയുടെ ചരക്കുണ്ടെങ്കിൽ ഇത്ര രൂപ കൊടുക്കാനുണ്ട്. കൊടുക്കാനുള്ള അതിന് മൈനസ് ചെയ്താൽ പിന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ശരിയാവില്ല. കാരണം എന്തുകൊണ്ട്? ഇപ്പൊ പീടിയുള്ള ചരക്കൊക്കെ നമ്മൾ ചേർക്കാം. ആ കടം കൊടുക്കാനുള്ള അവരെ നേരത്തല്ലല്ലത്, അവർക്ക് കൊടുക്കാനുള്ള വേറെ വിഷയമാണ്. അത് നമ്മൾ കരുതി പറ്റുന്ന ഒരു സംഗതിയാണ്. ഇവിടെ ഈ പീടിയുള്ള സാധനം മുഴുവൻ വിൽപ്പനക്കാരാണ്. അതിന്റെ സക്കാത്ത് കൊടുത്തേ കിട്ടും.
നിങ്ങൾ വേറെ ആളുകൾക്ക് ഹിസാബുണ്ട്, അയാൾക്ക് അത്ര ലക്ഷം കൊടുക്കാണ്ട്, അത് വേറെ വിഷയം. അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഇത് കൊണ്ടും തൈരിന്റെ തലേന്ന് ഓനെ വിറ്റ് കണ്ടാ കടം കിട്ടുന്നല്ലോ. അപ്പൊ കത്തില്ല. ഏതുപോലെ ചരക്കെല്ലാം ഇറക്കി കൊടുക്കും. അത് വിറ്റ് പോയാൽ മാത്രമേ ഓർക്ക് ഏതുള്ളൂ. വിറ്റില്ലെങ്കിൽ സാധനം ഒരു വിറ്റുള്ളൂ. അപ്പൊ നമുക്ക് വിറ്റിനുള്ള കമ്മീഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അങ്ങനെ കച്ചവടം നടത്തുന്ന ആളുടെ ചരക്കല്ല ആ വസ്തുക്കൾ. അപ്പോൾ വിറ്റ് കൊടുക്കാൻ വേണ്ടി ഇറക്കിച്ചതാണ്. വിറ്റ് കൊടുക്കണേന് ഓന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഓന്റെ ചരക്കല്ല, അതുകൊണ്ട് ഓൻ കൈമതില്ല. അതിന്റെ തക്കാത്തൊക്കെ ആ കമ്പനിക്കാരെ കിട്ടുന്നില്ല. അത് അപ്പൊ കൊടുത്ത അതാ ഞാൻ പറഞ്ഞു. അടുത്ത് നിങ്ങളെ അയൽവാസികൾ ഉണ്ടെങ്കിൽ ഓരോ പരിഗണിക്കേണ്ടത് നല്ലതാണ്, സുന്നത്തുമാണ്. പക്ഷേ അടുത്തുള്ളതിനേക്കാൾ നമുക്ക് അകൽച്ചയിലുള്ളത് വലിയ അക്രമമായിട്ടുണ്ട്. അതാ അതെന്നെ പറഞ്ഞ് നമുക്ക് കൂടുതൽ ബന്ധമില്ല. എൻ്റെ പെങ്ങളുണ്ട്, നാട്ടിലാണ്. എൻ്റെ എളാപ്പാൻ്റെ ഒരു മോള് ഇവിടെ ഉണ്ട്. അപ്പൊ ആരാ അക്രമത്ത് കൂടുതലെടുത്തത്? എൻ്റെ നേരപ്പങ്ങളല്ലേ. അപ്പൊ നേരപ്പങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും ഊർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉണ്ട്, ശരി, കുഴപ്പമൊന്നും. നമ്മുടെ നാട്ടിലില്ല. അവരുടെ ആ ഓഹരിയിൽ അടുത്ത നാട്ടിലുള്ള പ്രത്യേകിക്കുന്നുണ്ട്. അതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോ അതല്ല. അടുത്ത് ഒരു കൂട്ടരുണ്ട്, നമ്മളായിട്ട് കുടുംബത്തിലത്ര അടുത്തവരില്ല. കുറച്ച് അകലിട്ട് കുടുംബക്കാരായ ആൾക്കാർ അവിടെയുണ്ട്. ഓല പരിഗണിക്കാനാ വേണ്ടത്. ഈ അയൽവാസം മാത്രം പരിഗണിക്കലാ വേണ്ടത്. അപ്പൊ അതിനെ പരിഗണിക്കലാ കൂടുതലുണ്ട്. അതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഓന് തെറ്റിനെല്ലാം ജയിലിൽപ്പെട്ടെങ്കിൽ ഓനെ മയക്കുമരുന്ന് കുറിച്ചിട്ട് അവൻ ജയിലിൽ പെട്ടിക്കണമെങ്കിൽ ഓനെ രക്ഷിക്കാൻ വേണ്ടി സക്കാത്ത് ഫണ്ട് ഉപയോഗിക്കണ്ട. അബദ്ധത്തിൽപ്പെട്ട് പറഞ്ഞാൽ ഓൻ വഞ്ചിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ജിദ്ദെന്നാണ് കൈ വെച്ചാൽ എനിക്ക് ഉറങ്ങിയിട്ട് തന്നാൽ മതി അറിഞ്ഞാണ്ട് കൊടുത്തതിന് ഈസ അത് കയ്യിൽ വെച്ചു. സംഗതി ഇപ്പം കിട്ടും ചെയ്തു. അതൊക്കെ ഇതിൽപ്പെട്ടോ, ആപത്തിൽപ്പെട്ടോ, അവൻ കൽപ്പിച്ചു തരല്ലോ. അവിടെയൊക്കെ തന്നെ രക്ഷിക്കാം. ഫിത്ർ സക്കാത്ത് പറഞ്ഞാൽ ഈ ഇനത്ത് കൊടുക്കാനുള്ളതല്ല. അത് എന്തായിട്ട് കൊടുക്കേണ്ടത്? ധാന്യങ്ങളാണ്, പൈസ കൊടുക്കാൻ പറ്റില്ല. കിട്ടാനുള്ളത് ഇതിന്റെ മൊത്തം കണക്ക്, കിട്ടാനുള്ളത് അപ്പപ്പോൾ കിട്ടും എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ സമയമാവുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അത് കിട്ടണ യാതൊരു ഉറപ്പില്ല. കിട്ടിയാലായി എന്നുള്ളത്, എന്നാൽ കിട്ടുമ്പോൾ കൊടുക്കണം. സർവീസ് സൈസാണ് നമ്മൾ കബിൾ ചെയ്യാത്തതുകൊണ്ട്, നമ്മളെ കയ്യിൽ വരാത്തതുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കുകയാണ്. നമ്മക്കപ്പ കിട്ടാത്തതുണ്ടാവില്ല. ലോണ് വിൽക്കും. അല്ല, ഫണ്ടിന് ലോൺ എടുത്തു, പിന്നെ അവൻ്റെ ഫണ്ടിലോട് പൈസ ഇല്ലല്ലോ. ഓൻ്റെ ഈ ലോൺ പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് അടക്കേണ്ടതായിട്ടില്ല. തിരിച്ചടക്കേണ്ട ലോണാണെങ്കിൽ ഓൻ്റെ അവിടെ ഫണ്ടിലുണ്ട് എന്ന് വേറൊന്നും, എടുത്തുകൊണ്ട് വേറെ രണ്ടും ഒന്നായി കിട്ടില്ല. അപ്പൊ പിന്നെ കിട്ടാനുള്ള പൈസ ആയിട്ട് തന്നാലോ ഫണ്ടായി കിടക്കും. ഇത് എടുത്ത് വേറെ കടമായിട്ടാ വിളിക്കാം. അല്ല, ഇനി നമ്മളെ നിക്ഷേപമാണല്ലോ. നമ്മളെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കവിടെ വിൽക്കുകയും നേരത്തെ പറഞ്ഞ സർവീസ് പൈസ പോലെയല്ല. അത് നമ്മളെ കയ്യിൽ പെടാതെ വരുന്ന കാലത്തോടെ നമുക്ക് വിൽക്കാവില്ല. കാരണം ശമ്പളത്തിന് പുറത്തുള്ളതാണ്. ഇത് നമ്മൾ കൊടുത്ത പൈസ അവിടെ വെച്ചതാണ്. മനസ്സിലായി? അതെ, ഇങ്ങനെ 1000 അത് ഒരാൾക്ക് 100 ദിർഹം വെച്ച് കണക്കാക്കി.
അല്ല, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓരോരുത്തർ ഈ 100 ദിർഹം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് പോന്നിട്ട് അതുപോലെ കിട്ടുമല്ലോ, അവസാനം കിട്ടണല്ലേ. അല്ല, വാങ്ങിക്കണ്ടല്ലോ നിങ്ങൾ. അതെ, അത് നിങ്ങളെ കയ്യിൽ നിന്ന് പോവില്ലത്, നിങ്ങൾക്ക് കിട്ടാനുള്ളതിനല്ലേ. ഞാൻ ചോദിച്ചതല്ല, അത് നിക്ഷേപല്ലേ, അത് നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ. എവിടെ ആയാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പൊ കിട്ടാനില്ല, നിങ്ങളെ നിക്ഷേപം അവിടെ വെക്കപ്പെട്ടതായതുകൊണ്ട് അതിന് സക്കാത്ത് കണക്കാക്കപ്പെടും. നോക്കണം എന്താവുമ്പോ അതിന്. പക്ഷേ ഈ പറഞ്ഞ തുക ഒട്ടാകെ ഒരു തുക എത്തണം. എത്ര ഈ പറഞ്ഞ 22,000 പിന്നെ ഉറുപ്പ്യന്റെ തോതിലെങ്കിലും എത്തണം നമ്മളെ ഇന്ത്യൻ ഉറുപ്പ്യന്റെ. അപ്പളേ കൊടുക്കണ്ടുള്ളൂ. ലോൺ എടുത്ത ഈ ബാധകല്ലാണ്. ഞാൻ ലോൺ എടുത്ത് ഈ കൊടുത്ത പൈസ തിരിച്ചെന്നല്ല, അത്ര അവിടെ നിക്ഷേപമുള്ള ആൾക്ക് എത്ര പൈസ കൊടുക്കുകയുള്ളൂ എന്നവർ എതിരെ എഴുതി വെക്കണം, കണ്ടീഷൻ വെക്കണം. അത്രയേ ഉള്ളൂ. സ്ഥലം വാങ്ങിയിട്ടൊക്കെ കച്ചവട സ്ഥലം എന്ന് വെച്ചാണെങ്കിൽ വെക്കാത്തുന്നുണ്ടോ? കാരണം കച്ചവട ചരക്കായിട്ടാണ് ആ സ്ഥലം വാങ്ങിയത്. അതല്ല, ഓൻ ക്യാൻസർ കിട്ടിയപ്പോൾ സ്ഥലം വാങ്ങി, ലാഭം കിട്ടുകയാണെങ്കിൽ ഇപ്പം ചെയ്യാൻ വെച്ചു. എന്നല്ല കച്ചവട സ്ഥലമായിട്ട് വാങ്ങിയതൊന്നുമല്ല, എന്നാൽ വെക്കാത്തുണ്ടാവില്ല. അപ്പൊ കൊടുക്കണം, കൊടുത്താൽ മതി. കവാവും നോക്കണം. അതാ ഇങ്ങനെല്ലാം ഇട്ടാ മറന്നാൽ പിന്നെ അങ്ങനെയാണ് പോയി അറിഞ്ഞല്ലേ. എല്ലായിടത്തും മറന്നാൽ മതി. നഞ്ഞി സമയം ഒരുപാടായി. നഞ്ഞി നിങ്ങളെ ജോലിയോടെ കഴിഞ്ഞില്ലേ, ഞാൻ എൻ്റെ ജോലിയല്ല എന്ന് ചോദിച്ചത്. അതിപ്പോ ഈ സീസൺ കച്ചവടക്കാരന്മാര്, സീസൺ വായക്കാരെ കച്ചവടക്കാര്, അതൊക്കെ അവർക്ക് തെക്കാത്ത പോകുന്നതാണ്. കാരണം അതുകൊണ്ട് അത് എന്നും നടക്കുന്ന ജഗത. അങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ പറ്റും ഇതൊക്കെ തുറന്നുണ്ടോ. ആ പൂർത്തിയാണ് അന്നത്തെ ദിവസം പൂർത്തിയാകണ എന്നാണോ അന്ന് അവിടെ നിങ്ങളെത്തുള്ള പൈസ, അപ്പോഴുള്ള സ്റ്റോക്കുള്ള പൈസയും കിട്ടും. ആ പൈസയും അവിടെയുള്ള ചരക്കും രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല, അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കിയ മാതിരിയല്ലേ. ജനുവരി 1-ാം തീയതി തുടങ്ങിയ കച്ചവടമാണ്. അന്നാന്ന് കിട്ടുന്നത് അന്നാന്ന് വിറ്റ് പോയിക്കൊണ്ടേയിരിക്കണം ആ കച്ചവടം. ആ കച്ചവടം അങ്ങനെ പോയിട്ട് അടുത്ത കൊല്ലം ജനുവരി 1-ാം തീയതി വരെ തന്നെ നീണ്ടു നിന്നു. അന്ന് അവിടുത്തെ ചരക്കുകൾ, സ്റ്റോക്കുകൾ അത് മൊത്തം നോക്കിയിട്ട് അങ്ങനെ ഈ ഒരു കൊല്ലം ഒന്നാകെ വിറ്റതെല്ലാം കൂടി തോന്നിക്കാൻ വെക്കാത്ത കൊടുക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യന്റെ കച്ചവടം നടത്തൂല. എന്നല്ലേ സമീർപാടേക്ക് എങ്ങനെ ഇവിടെ പൈസ ഒട്ടാന്ന് പറഞ്ഞ ഇവിടെ അങ്ങനെ ഇവിടുത്തെ ഹുക്കൂമത്ത് നിശ്ചയിച്ചായിരിക്കും അല്ലേ. നമ്മളെ മദ്ഹബിൽ അങ്ങനെ ഇല്ല. ഇവിടുത്തെ ഹുക്കൂമത്ത് പറഞ്ഞാൽ ഹംബലിയാണ്, ഓർക്ക് കൊടുക്കാം. നമ്മളെ മദ്ഹബ് പ്രകാരം പിന്നെ ധാന്യം തന്നെ കൊടുക്കണം. മതി ഉണ്ടല്ലേ, അതിന് പ്രശ്നമില്ല. അതാണ് അതിന്റെ അടിസ്ഥാന നിയമം. നമുക്ക് അതിനേക്കാൾ പരിഗണിക്കേണ്ടോന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നഖലു സക്കാത്ത് ഞാൻ പറയാം. സക്കാത്ത് നമ്മളുടെ സ്ഥലത്താണ് കൊടുക്കേണ്ടത്. സക്കാത്ത് മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്നതിന് നഖലു സക്കാത്ത് വരും. സക്കാത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാം. അല്ല, നമുക്ക് പരിഗണിക്കേണ്ടവരുണ്ടെങ്കിൽ, അവകാശികളുണ്ടെങ്കിലും കൂടുതൽ പരിഗണിക്കേണ്ടത് അവരെയാണ് എന്ന് വെച്ചിട്ട് അങ്ങനെ നഖൽ ചെയ്യാം. അപ്പോഴേ നേരെ ഒരുപാടായി 6:30 കഴിഞ്ഞു. ഇനി ഞാൻ ചോദിച്ചാൽ ഞാനിപ്പോ വന്നത് ഇതുപോലത്തെ ആവശ്യം തന്നെയാണ്. എന്താ ജാമിയ ഇസ്ലാമിയ മഞ്ചേരി നടത്തുന്ന ജാമിയ ഇസ്ലാമിയ മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നടത്തുന്ന സ്ഥാപനമാണ്. അത് കാര്യമായി അതിൽ ദർസാണ്.